Hello all, welcome to once Sub Engineer module wise practice സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് മൊഡ്യൂൾ നമ്പർ 2 ആണ്. പവർ സിസ്റ്റം ആൻഡ് യൂട്ടിലൈസേഷന്റെ കുറച്ച് ടോപ്പിക്സ് ആണ് ഇന്ന്. So without any delay we will start. First question. The main criteria for selection of the size of a distribution for a radial distribution system is voltage drop, corona loss, temperature rise and capital cost. ഇതിൽ നോക്കുക എന്താണ് ഡിസ്ട്രിബ്യൂഷൻ. നോർമലി നമുക്ക് പവർ സ്റ്റേഷൻസ് വരുന്ന പവർ എല്ലാം ഇറ്റ് വിൽ ബി ഇൻ ദ റേഞ്ച് ഓഫ് 130 to 66 kV അല്ലെ. ഈ വോൾട്ടേജിന് നമ്മളൊരു സബ് സ്റ്റേഷനിൽ വെച്ച് എന്താക്കി മാറ്റും? ഇതിനെ നമ്മൾ 11 kV ആക്കി മാറ്റും അല്ലെ. ഇതിനെ നമ്മൾ 11 kV ആക്കി മാറ്റും. ഈ 11 kV ഇറ്റ് ഈസ് ഫെഡ് ടു എ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. ഓക്കെ, 11 kV ബൈ 415 വോൾട്ടിന്റെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്കാണ് ഈ 11 kV പോകുന്നത്. ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ വെക്ടർ ഗ്രൂപ്പ് ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് ഓൾവേസ് ഡെൽറ്റ. ഓക്കെ, ഇറ്റ് ഈസ് ഓൾവേസ് ഡെൽറ്റ സ്റ്റാർ. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് എന്തായി? ഇറ്റ് ഈസ് 415 വോൾട്ട്. ഈ ഔട്ട്പുട്ട് വെച്ചിട്ട് വി ആർ ഫീഡിങ് ടു ഡിഫറെന്റ് ഹൗസസ്. അപ്പൊ ഇതാണ് ഒരു നോർമൽ സ്കീം. അപ്പോ ഈ 11 kV ലൈനിനെ പറയുന്ന പേരാണ് ഫീഡർ. ദിസ് ഈസ് കോൾഡ് ഫീഡർ. ആൻഡ് ദിസ് 415 ലൈൻ ഇറ്റ് ഈസ് കോൾഡ് ഡിസ്ട്രിബ്യൂട്ടർ. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോ ഇവിടെ ചോദ്യം എന്താണ്? ഈ ഡിസ്ട്രിബ്യൂട്ടറിനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പോ ഡിസ്ട്രിബ്യൂട്ടറിനെ ഓൾവേസ് നമ്മൾ നോക്കുന്നത് വോൾട്ടേജ് ഡ്രോപ്പ് ആണ് കേട്ടോ. വി ഓൾവേസ് ലുക്ക് ഫോർ വോൾട്ടേജ് ഡ്രോപ്പ്. ആൻഡ് ഈ ഫീഡറിനെ വി ഓൾവേസ് ലുക്ക് ഫോർ കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി. കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി. അപ്പോ ഫീഡറിന്റെ ചോദ്യവും വരാം. ആൻഡ് ക്വസ്റ്റ്യൻ ക്യാൻ ഓൾസോ കം ഫ്രം ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഹിയർ ആൻസർ വിൽ ബി the main criteria for selection of distribution. The main criteria is no doubt it is voltage drop. Okay, so that was question number 1. Moving on to question number 2. When bundled conductors are used in place of a single conductor, the effective inductance and capacitance will respectively. അപ്പൊ നോക്കുക എന്താണ് ഇൻഡക്ടൻസിന്റെ ഫോർമുല? ഇറ്റ് ഈസ് L is equal to 2 into 10 raised to minus 7 ln d by r. അല്ലെ, എന്താണ് d? It is the distance between the conductors. And r എന്താണ്? It is radius. So ഈ ഒരു ഫോർമുല വെച്ചിട്ട് we can see L is inversely proportional to radius. അതുപോലെ C, what is C? Capacitance. Capacitance with respect to neutral ആണെങ്കിൽ the formula will be 2 pi epsilon by ln d by r. So here you can see C is directly proportional to R. Okay. Apo L is inversely proportional to R and C is directly proportional to R. ഇനി ബണ്ടിലിംഗിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ബണ്ടിൽ ചെയ്യാന്ന് പറയുമ്പോൾ ഇത്രയും വലിയ ഒരു കണ്ടക്ടറിന് പകരം ചെറിയ കണ്ടക്ടേഴ്സിന്റെ ഒരു ബണ്ടിലിംഗ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അതിന്റെ എഫക്റ്റീവ് റേഡിയസ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. എഫക്റ്റീവ് റേഡിയസ് ഈസ് ഇൻക്രീസിങ്. അപ്പോ ആർ ഈസ് ഇൻക്രീസിങ്. അപ്പോ ആർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എല്ലിന് എന്ത് സംഭവിക്കും? ഇൻഡക്ടൻസ് ഡിക്രീസസ്. ആർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സിന് എന്ത് സംഭവിക്കും? സി increases. So bundling ചെയ്യുമ്പോൾ your inductance will decrease and capacitance will increase. So correct answer will be inductance will decrease and capacitor increase. It will be option B. Okay.
ഈ ബണ്ടലിങ്ങിന്റെ വേറെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് എന്ത്? ടു കമ്പൻസേറ്റ് കൊറോണ. ഓക്കെ, ബണ്ടലിംഗ് കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കൊറോണ ലോസസ് വിൽ ബി ലോ. അപ്പോൾ ഈ രണ്ട് ഫോർമുലാസ് ഓർത്തിരിക്കുക. ഓക്കെ, ഇത് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ആർ. ഇനി വിത്ത് റെസ്പെക്ട് ടു ഡി ആണെങ്കിലോ L will be directly proportional to D and C will be inversely proportional to D. അതായത് കണ്ടക്ടേഴ്സ് തമ്മിലുള്ള ദൂരം കൂടുകയാണെങ്കിൽ ഇൻഡക്ടൻസിനെയും കപ്പാസിറ്റൻസിനെയും എങ്ങനെ ബാധിക്കും എന്ന ചോദ്യം വരെ ആണെങ്കിൽ യു ഹാവ് ടു യൂസ് ദിസ് ഫോർമുല. ഓക്കെ ഓക്കെ, then moving on to question number 3. See, it is based on string efficiency. A string insulator has 5 units. The voltage across the bottommost unit is 25% of the total voltage. The string efficiency is. See, എന്താണ് string efficiency? See, assume there is an insulator. ഇത് നമ്മുടെ പോളാണ്. And ഇവിടെ ഇങ്ങനെ we have insulators. Insulators best modeling is capacitors. Okay, why? Because they are insulators. Okay, so here is our conductor. Assume ഈ voltage 300 volt ആണ്. ഇത് എന്ത് വോൾട്ടേജ് ആണ്? It is the voltage with respect to ground അല്ലേ? ഈ പോൾ എന്താണ്? എർത്തഡ് ആണ് അല്ലേ? So it is phase voltage. ഇവിടെ ഈ 300 voltage എന്താണ്? It is phase voltage. So നമ്മൾ ഈ ഇൻസുലേറ്റേഴ്സിന്റെ സെൽഫ് കപ്പാസിറ്റൻസ് മാത്രം നോക്കുകയാണെങ്കിൽ ഐഡിയലി എല്ലാ ഇൻസുലേറ്റേഴ്സിന്റെ അക്രോസും there should be equal voltage of 100 volt. There should be equal voltage of 100 volt. ഇങ്ങനെയാണ് സെൽഫ് കപ്പാസിറ്റൻസ് വെച്ചാൽ ഉണ്ടാവുന്നത്. വി ആർ ഗെറ്റിംഗ് ഈക്വൽ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ. പക്ഷേ നമ്മൾ ഇൻസുലേറ്റേഴ്സ് നോക്കുമ്പോൾ അവിടെ സെൽഫ് കപ്പാസിറ്റൻസ് മാത്രമല്ല, ദർ ഈസ് വൺ മോർ കപ്പാസിറ്റൻസ് ആൻഡ് ദാറ്റ് ഈസ് മ്യൂച്വൽ കപ്പാസിറ്റൻസ് അല്ലെ? ഈ ഇൻസുലേറ്റേഴ്സും പോൾ തമ്മിലും ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്. ദിസ് capacitance is called mutual capacitance and this capacitance is called self capacitance. അപ്പോൾ ഈ മ്യൂച്വൽ കപ്പാസിറ്റൻസ് കാരണമാണ് ഇവിടെ വോൾട്ടേജിന്റെ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നത്. എന്താണ് വോൾട്ടേജിന്റെ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നത്? അപ്പോൾ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുമ്പോൾ ഈ കണ്ടക്ടറിനോടുള്ള ഏറ്റവും അടുത്തുള്ള ഇൻസുലേറ്ററിൽ there will be highest voltage. So assume ഇവിടെ here it is 140 volt. ഇതെല്ലാം assumptions ആണ് ട്ടോ. Here it is 140 volt, here it is 100 volt and here 140 240 and here it is 60 volt അല്ലേ? അപ്പോൾ ആദ്യം സെൽഫ് കപ്പാസിറ്റൻസ് മാത്രം ഉള്ളപ്പോൾ ഈക്വൽ വോൾട്ടേജ് ആയിരുന്നിടത്ത് ഇപ്പോൾ എന്തായി? അൺഈക്വൽ വോൾട്ടേജ് ആയി. വൈ? ബിക്കോസ് ഓഫ് മ്യൂച്വൽ കപ്പാസിറ്റൻസ്. ഇനി ഈ അൺഈക്വൽ വോൾട്ടേജിലും എന്താണ് പോയിന്റ്? പോയിന്റ് ഈസ് കണ്ടക്ടറിനോട് ഏറ്റവും അടുത്തുള്ള ഇൻസുലേറ്ററിന്റെ അക്രോസ് ആയിരിക്കും ഹയസ്റ്റ് വോൾട്ടേജ്. ഓക്കെ, അപ്പോ ഈ ഒരു ഇൻസുലേറ്റർ 140 വോൾട്ട് വരെ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആക്ച്വലി എല്ലാ ഇൻസുലേറ്ററിനും 140 വോൾട്ട് വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്തൂടെ? യെസ്. അതായത് ഈ ഒരു ഇൻസുലേറ്ററിനും 140 വോൾട്ട് വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാം, ബട്ട് ഇറ്റ് ഈസ് വിത്ത്സ്റ്റാൻഡിങ് ഓൺലി 100 വോൾട്ട്. ഇവിടെ ഈ ഒരു ഇൻസുലേറ്ററിനും 140 വോൾട്ട് വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാം, ബട്ട് ഇറ്റ് ഈസ് വിത്ത്സ്റ്റാൻഡിങ് ഓൺലി 60 വോൾട്ട്. അപ്പോ ഇത് 100% എഫിഷ്യന്റ് ആണോ? അല്ല. അപ്പോൾ എത്ര പെർസെന്റ് ആണ് എഫിഷ്യന്റ്? സോ വി കാൽക്കുലേറ്റ് ഹിയർ സ്ട്രിംഗ് എഫിഷ്യൻസി. സ്ട്രിംഗ് എഫിഷ്യൻസി മീൻസ് എത്ര വോൾട്ടേജ് ആണ് ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്? എത്രയാണ്? ഇറ്റ് ഈസ് 300 വോൾട്ട്. ഇനി എത്ര വോൾട്ടേജ് ഇതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാമായിരുന്നു? ഇവിടെ 140, ഇവിടെ 140, ഇവിടെ 140 അല്ലേ? സോ ഇറ്റ് വിൽ ബി 3 into 140, this into 100. ഓക്കെ, സോ എത്ര വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നു ബൈ എത്ര വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാമായിരുന്നു, ദാറ്റ് ഈസ് സ്ട്രിംഗ് എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രിംഗ് എഫിഷ്യൻസിന്റെ ഒരു കോൺസെപ്റ്റ്.
അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ചോദ്യം എന്താണ്? ഇറ്റ് ഹാസ് 5 യൂണിറ്റ്സ് അല്ലെ? 1, 2, 3, 4 and 5. It has 5 units. The voltage across the bottommost unit is 25% of the total voltage, so 0.25 V. അപ്പോൾ എന്തായിരിക്കും സ്ട്രിങ് എഫിഷ്യൻസി? ടോട്ടൽ വോൾട്ടേജ് അതായത് V ബൈ ഇതിന് എത്ര വോൾട്ടേജ് വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാമായിരുന്നു? 0.25 V into 5 അല്ലെ? ഇവിടെ എത്ര ഇൻസുലേറ്റേഴ്സ് ഉണ്ട്? 5 എണ്ണം ഉണ്ട്. സോ 5 into 0.25 V into 100. So this will be 100 by 5. 100 by 5 is 20 by 0.25. And then 0.25, it is 1 by 4. So answer will be 80%. Answer, it is 80%. Why we took 0.25 into 5? Because 0.25 ആണ് highest voltage. ഈ bottommost stringil ആയിരിക്കും ഹയസ്റ്റ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ അത്രയും വോൾട്ടേജ് അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാമായിരുന്നു. ഓക്കെ, അപ്പോൾ സ്ട്രിങ് എഫിഷ്യൻസിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 4. എന്താണ്? വൈ ആർ ഷണ്ട് റിയാക്ടേഴ്സ് കണക്റ്റഡ് അറ്റ് ദ റിസീവിംഗ് എൻഡ് ഓഫ് ലോങ് ട്രാൻസ്മിഷൻ ലൈൻ സിസ്റ്റം? ഓക്കെ, ദിസ് ക്വസ്റ്റ്യൻ ഈസ് ബേസ്ഡ് ഫ്രം കോമ്പൻസേഷൻ. എന്താണ്? ഇറ്റ് ഈസ് ഫ്രം കോമ്പൻസേഷൻ. സി, നമുക്ക് ഏതൊക്കെ ടൈപ്സിലുള്ള കോമ്പൻസേഷൻ ഉണ്ട്? വി ഹാവ് സീരീസ് കപ്പാസിറ്റർ, വി ഹാവ് സീരീസ് റിയാക്ടർ, വി ഹാവ് ഷണ്ട് കപ്പാസിറ്റർ and we have shunt reactor. എന്തിനാ സീരീസ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്? ടു ഇംപ്രൂവ് പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി. ഓക്കെ, എന്താ പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി? അതായത് P = EV by X sin delta. ഓക്കെ, അപ്പൊ നമ്മൾ കപ്പാസിറ്റർ ആഡ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ എന്താ സംഭവിക്കുന്നത്? അവിടെ അത് കുറയും. സോ എക്സ് കുറയുമ്പോൾ P will increase. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് സീരീസ് കപ്പാസിറ്റർ. ഇനി സീരീസ് റിയാക്ടർ എന്തിനാ യൂസ് ചെയ്യുന്നത്? സീരീസ് റിയാക്ടർ യൂസ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും അല്ലെ? അപ്പൊ എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ആകുമ്പോൾ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ടു റെഡ്യൂസ് ഫാൾട്ട് ഓർ ടു റെഡ്യൂസ് ഷോർട്ട് സർക്യൂട്ട് ഫാൾട്ട് കറന്റ് അല്ലെ? എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ആകുമ്പോൾ ഐന്റെ വാല്യൂ കുറഞ്ഞു വരും. അപ്പോൾ സീരീസ് റിയാക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ടു റെഡ്യൂസ് ഫാൾട്ട് കറന്റ്. ഇനി എന്തിനാ ഷണ്ട് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്? വി ഓൾ നോ ഇറ്റ് ഈസ് ടു ഇംപ്രൂവ് പവർ ഫാക്ടർ അല്ലെ? ഷണ്ടിൽ കപ്പാസിറ്റർ വെച്ചാൽ പവർ ഫാക്ടർ വിൽ ബി ഇംപ്രൂവ്. ഇനി ഷണ്ട് റിയാക്ടർ എന്തിനാണ്? ലോങ് ട്രാൻസ്മിഷൻ ലൈനിൽ ഫെറാൻറ്റി എഫക്റ്റ് ഉണ്ടാവും അല്ലെ? സോ ടു കമ്പൻസേറ്റ് ഫെറാൻറ്റി എഫക്റ്റ് we use shunt reactors. It is to compensate Ferranti effect. അപ്പോൾ ഈ 4 കമ്പൻസേഷൻ മോഡൽസ് ആൻഡ് അതിന്റെ യൂസസ് എന്തൊക്കെയാണ് എന്നതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് വൈ ആർ വി യൂസിങ് ഷണ്ട് റിയാക്ടേഴ്സ്? സോ ഷണ്ട് റിയാക്ടേഴ്സ് ഈസ് യൂസ്ഡ് ഫോർ ടു ഇൻക്രീസ് ടെർമിനൽ വോൾട്ടേജ് അല്ല, ടു കമ്പൻസേറ്റ് വോൾട്ടേജ് റൈസ് കോസ്ഡ് ബൈ കപ്പാസിറ്റീവ് ചാർജിങ് അറ്റ് ലൈറ്റ് ലോഡ്. യെസ്, ഇതാണ് എന്ത്? ഇറ്റ് ഈസ് ഫെറാൻറ്റി എഫക്റ്റ്. സോ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ടു ഇംപ്രൂവ് പവർ ഫാക്ടർ അല്ല, ടു ഇംപ്രൂവ് പവർ ഫാക്ടർ വി യൂസ് shunt capacitors. Okay, so correct answer will be option B. Okay, then moving on to question number 5. The maximum permissible value of earth resistance in small substation is? maximum permissible value le 3-4 points ഓർത്ത് ഇരിക്കാനുണ്ട്. They are large power stations ആണെങ്കിൽ അവരുടെ മാക്സിമം എർത്ത് റെസിസ്റ്റൻസ് ഷുഡ് ബി 0.5 ohm. ലാർജ് സബ്സ്റ്റേഷൻ ആണെങ്കിൽ their maximum earth resistance should be 1 ohm or should not be more than 1 ohm.
ഇനി സ്മോൾ സബ്സ്റ്റേഷൻ ആണെങ്കിൽ it should not be greater than 2 ohm. And others, including houses, it should not be greater than 8 ohm. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം അറിയണം. ഇത് ഇങ്ങനെ തന്നെ നമ്മളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതായത് എർത്ത് റെസിസ്റ്റൻസിന്റെ മാക്സിമം വാല്യൂ ഫോർ പവർ സ്റ്റേഷൻ, ലാർജ് സബ്സ്റ്റേഷൻ, സ്മോൾ സബ്സ്റ്റേഷൻ ആൻഡ് ഹൗസ് ഹോൾഡ്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം ഓർത്തിരിക്കുക. ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് ഫോർ സ്മോൾ സബ്സ്റ്റേഷൻ. ഫോർ സ്മോൾ സബ്സ്റ്റേഷൻ ഇറ്റ്സ് വാല്യൂ ഇസ് 2 ohm. So the correct answer will be option D, 2 ohm. Okay, then moving on to question number 6. The insulation resistance of a cable of length 10 km is 1 mega ohm. Its resistance for 50 km length will be. See, ഒരു നോർമൽ ഒരു ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ അല്ലെ, ലെങ്ത് കൂടുന്തോറും റെസിസ്റ്റൻസ് എന്താവും? കൂടിക്കൂടി വരും അല്ലെ. We know R is equal to rho L by A. That means R is directly proportional to L. ലെങ്ത് കൂടുന്തോറും ആ ട്രാൻസ്മിഷൻ ലൈൻ ഓർ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് കൂടിക്കൂടി വരും. പക്ഷെ കേബിളിൽ നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നോക്കുമ്പോൾ ഇത് കേബിളിന്റെ കണ്ടക്ടർ റെസിസ്റ്റൻസ് അല്ല. വി ആർ ടോക്കിംഗ് അബൌട്ട് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു L. Okay, it is inversely proportional to L. So we can say insulation resistance into length will be a constant. അല്ലെ? അപ്പോൾ ഇവിടെ ആദ്യം it is 10 kilometer into 1 mega ohm is equal to insulation resistance into 50 kilometer. So insulation resistance for 50 kilometer will be 1 mega ohm by 5. So 1 by 5 is 0.2. So the answer will be 0.2 mega ohm. Option C, 0.2 mega ohm. Okay. അതായത് കേബിളിന്റെ കേസിൽ ലെങ്ത് കൂടുന്തോറും അതിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ കുറഞ്ഞു വരും. ഇവിടെ ലെങ്ത്തിന് എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് കൂടി ആണല്ലേ വന്നത്. സോ IR വാല്യൂ വിൽ ബി ലെസ് ദാൻ 1. ഇവിടെ ലെസ് ദാൻ 1 ആയിട്ടുള്ള ഒരേ ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ, 0.2 mega ohm. Okay, moving on to question number 7. Match list 1 and list 2 and select the correct answer. Buchholz relay, MHO, impedance and reactance. See, we all know Buchholz relay use ചെയ്യുന്നത് എവിടെയാണ്? It is used in transformers അല്ലേ? It is used in transformers. ഇനി ഷോർട്ട്, മീഡിയം ആൻഡ് ലോങ് ലൈൻസിൽ ഏതൊക്കെ റിലേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഷോർട്ട്, മീഡിയം ആൻഡ് ലോങ്. മീഡിയത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വി യൂസ് ഇംപിഡൻസ് റിലേ. For short, we use reactance relay. And for long, we use admittance relay, or it is also called MHO relay. Hello. Admittance in the unit ആണ് MHO or Siemens. അപ്പോൾ നോക്കുക, MHO relay, it is for long lines. Impedance relay, it is for medium lines. And reactance is for short lines. So correct answer will be 4, 1, 3, 2. 4, 1, 3, 2. So correct answer will be option A, 4, 1, 3, 2. Okay. Yes. Now moving on to question number 8. Dielectric heating is ideal for. See, the heating il vannittulla oru chodyamanu. Heating il there are 3 modes of heat transfer. There are 3 modes of heat transfer. ആദ്യത്തേത്, it is called conduction. എന്താണ് conduction? Assume there is a iron rod. ഇനി ഇവിടെ നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഹീറ്റ് പതിയെ ട്രാൻസ്ഫർ ചെയ്ത് ഈ ഒരു മെറ്റൽ റോഡിന്റെ ഈ സൈഡിലും നമുക്ക് എന്തുണ്ടാവും? ചൂടുണ്ടാവും അല്ലെ. സോ ഹീറ്റ് ഹാസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ എൻഡ് ടു അനദർ എൻഡ്. പക്ഷെ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ആയെങ്കിലും
ഇവിടെ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. സോ ദർ ഈസ് നോ മൂവ്മെന്റ്. ഓക്കെ, അപ്പോൾ മൂവ്മെന്റ് ഇല്ലാണ്ട് ഹീറ്റ് ട്രാൻസ്ഫറിനെ പറയുന്ന ആ പ്രോസസ്സാണ് ഇറ്റ് ഈസ് കണ്ടക്ഷൻ. ദ സെക്കൻഡ് പ്രോസസ് ഈസ് കൺവെക്ഷൻ. ഫസ്റ്റ് ഈസ് കണ്ടക്ഷൻ ആൻഡ് ദ നെക്സ്റ്റ് ഈസ് കൺവെക്ഷൻ. എന്താണ് കൺവെക്ഷൻ? അസ്യൂം ദർ ഈസ് എ ഫയർ. ഓക്കെ, ഇവിടെ ഫയർ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ഫയറിന്റെ അടുത്ത് നമ്മൾ പോയി നിൽക്കുകയാണെങ്കിലും വി ഫീൽ ഹീറ്റ്, അല്ലെ? ആ ഹീറ്റ് എങ്ങനെയാണ് വരുന്നത്? ഈ ഫയറിൽ നിന്നുള്ള എയർ മോളിക്യൂൾസ് നമ്മളെ അടുത്തേക്ക് വരുമ്പോഴാണ് വി ഫീൽ ഹീറ്റ്. അപ്പോൾ ഇവിടെ എന്ത് ഉണ്ടാവുന്നുണ്ട്? മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെ? ഇവിടെ എന്ത് ഉണ്ടാവുന്നുണ്ട്? മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മൂവ്മെന്റ് കാരണം ഉണ്ടാവുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെ പറയുന്ന പേരാണ് കൺവെക്ഷൻ. So without any doubt, this mode of transfer is possible only in fluids. Okay, fluids nu parayumbo in liquid and gas. So this is the second method, it is convection. And the third method is radiation. Radiation means electromagnetic waves by transfer avunna heat. So we know electromagnetic waves il ഒരുപാട് വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസീസ് ഉണ്ട്, അല്ലെ? ഒരുപാട് വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസീസ് ഉണ്ട്. ചില ഫ്രീക്വൻസീസ് ലൈക്ക് IR വേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സിനൊക്കെ എന്തുണ്ട്? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇലക്ട്രോമാഗ്നറ്റിക്സ് വേവ്സ് കാരണം ഉണ്ടാവുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെ നമ്മൾ പറയുന്ന പേരാണ് റേഡിയേഷൻ. സോ ദർ ആർ 3 മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റും കൂടെ, ഇറ്റ് ഈസ് സ്റ്റീഫൻസ് ലോ. എന്താണ് സ്റ്റീഫൻസ് ലോ പറയുന്നത്? ഇറ്റ് ഈസ് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു T⁴. വാട്ട് ഈസ് T? T is temperature. So energy is directly proportional to temperature raised to 4. ഇനി ഹീറ്റിങ്ങിന്റെ ഒരു ബേസിക് ക്ലാസിഫിക്കേഷനും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. സി ഹീറ്റിംഗ് മെയിൻലി ഫസ്റ്റ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ്. എന്താണ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ്? എന്താണ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ്? റെസിസ്റ്റൻസ് ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു നമുക്ക് ഹീറ്റ് ചെയ്യേണ്ട മെറ്റീരിയലിലൂടെ കറണ്ട് പാസ് ചെയ്താൽ അവിടെ എന്തുണ്ടാവും? I² എഫക്റ്റ് കാരണം അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ആവും. ഓക്കെ, അപ്പൊ ആ I² എഫക്റ്റ് കാരണം ഹീറ്റിംഗ് ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ്. ഈ ബെസ്റ്റ് ഹീറ്റിംഗ് എലിമെന്റ്സ് ദേ ആർ നിക്രോം ആൻഡ് സിലിക്കൺ കാർബൈഡ്. എന്താണ് നിക്രോം ആൻഡ് സിലിക്കൺ കാർബൈഡ്? നിക്രോം നമ്മൾ യൂസ് ചെയ്യുന്നത് 1500 ഡിഗ്രി സെൽഷ്യസ് വരെയും, സിലിക്കൺ കാർബൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ഹയർ ടെമ്പറേച്ചർ, ഫോർ ടെമ്പറേച്ചേഴ്സ് ഗ്രേറ്റർ ദാൻ 1500 ഡിഗ്രി സെൽഷ്യസ്. ഈ റെസിസ്റ്റന്റ് ഹീറ്റിംഗിന്റെ വേറൊരു പ്രത്യേകത ഹൈ പവർ ഫാക്ടർ ആണ്. വൈ? ബിക്കോസ് ദർ ഈസ് ഓൺലി R മാത്രമേ ഉള്ളൂ. സോ ഹയസ്റ്റ് പവർ ഫാക്ടർ വി ഗെറ്റ് ഇൻ റെസിസ്റ്റൻസ് ഹീറ്റിംഗ്. റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ഈസ് മെയിൻലി ഓഫ് 2 ടൈപ്സ്. ഒന്ന് ഡയറക്റ്റ് റെസിസ്റ്റന്റ് ഹീറ്റിംഗ്, ഒന്ന് ഇൻഡയറക്റ്റ് റെസിസ്റ്റന്റ് ഹീറ്റിംഗ്. എന്താണ് ഡയറക്റ്റ്? ഡയറക്റ്റ് മീൻസ് നമുക്ക് ഹീറ്റ് ചെയ്യേണ്ട മെറ്റീരിയൽ, ആ മെറ്റീരിയലിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്താൽ ആ മെറ്റീരിയലിന്റെ അകത്ത് ഹീറ്റ് ഉണ്ടാവും. അതാണ് എന്ത്? ഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ്. എന്താ ഇൻഡയറക്റ്റ് റെസിസ്റ്റന്റ് ഹീറ്റിംഗ്? നമ്മളൊരു ഹീറ്റിംഗ് എലിമെന്റ് സെലക്ട് ചെയ്തിട്ട് ഇറ്റ് മേ ബി നിക്രോം ഓർ സിലിക്കൺ കാർബൈഡ്, അതിലൂടെ കറണ്ട് പാസ് ചെയ്തിട്ട് നമുക്ക് ഹീറ്റ് ചെയ്യേണ്ട മെറ്റീരിയൽ ആ ഹീറ്റിംഗ് എലിമെന്റിന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുക. സോ അടുത്ത് കൊണ്ടുപോയി വെക്കുമ്പോൾ ബൈ കൺവെക്ഷൻ ഓർ ബൈ റേഡിയേഷൻ ഈ മെറ്റീരിയലിൽ നിന്ന് നമുക്ക് ഹീറ്റ് ചെയ്യേണ്ട മെറ്റീരിയലിലേക്ക് എന്തുണ്ടാവും? ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവും. ഈ മെത്തേഡാണ് എന്ത്? ഇൻഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ്. സോ ദ ഫസ്റ്റ് മെത്തേഡ് ഈസ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ്. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം ഓർത്തിരിക്കുക കേട്ടോ. വാട്ട് ഈസ് സെക്കൻഡ് മെത്തേഡ്? സെക്കൻഡ് മെത്തേഡ് ഈസ് ആർക്ക് ഹീറ്റിംഗ്. എന്താണ് ആർക്ക് ഹീറ്റിംഗ്? ഇവിടെ എന്താ സംഭവിക്കുന്നത്?
അതായത് എയറിലെ നമുക്ക് 30 kV/cm വോൾട്ടേജ് നമ്മൾ കൊണ്ടുവന്നാൽ എയർ എന്തായി മാറും? ഇറ്റ് വിൽ ബി എ കണ്ടക്ടർ. ഹൗ? ബൈ എൻ ആർക്ക്, അല്ലെ? എയർ അയോണൈസ് ആയി മാറിയിട്ട് എയറിലൂടെ ഒരു ആർക്ക് ഫോം ചെയ്യും. അപ്പോൾ ആ ആർക്കിന്റെ ഹീറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹീറ്റിംഗ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് എന്ത്? ബൈ ആർക്ക് ഹീറ്റിംഗ്. ബൈ ആർക്ക് ഹീറ്റിംഗ്. സോ നോക്കുക, ആർക്ക് ഈസ്, സോ ഇവിടെ ആർക്ക് ഈസ് സ്ട്രൈക്ക് ബിറ്റ്വീൻ 2 electrodes. ഓക്കെ, ആർക്ക് ഈസ് സ്ട്രൈക്ക്. ഇവിടെ ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം, എന്ത് ഇലക്ട്രോഡ്സ് ആണ് ആർക്ക് ഹീറ്റിംഗിൽ യൂസ് ചെയ്യുന്നത്? സോ ആർക്ക് ഹീറ്റിംഗിൽ യൂസ് ചെയ്യുന്നത് കാർബൺ ഇലക്ട്രോഡ്സ്, graphite electrodes or self baking electrodes. Okay, very very important. Carbon electrodes, graphite electrodes or self baking electrodes. In arc heating there are 3 types of arc heating. ആദ്യത്തേത് ഡയറക്റ്റ് ആർക്ക് ഫർണസ്, അല്ലെ? ഡയറക്റ്റ് ആർക്ക് ഫർണസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഫർണസ് ഉണ്ടാവും. ഇതാണ് നമുക്ക് ഹീറ്റ് ചെയ്യേണ്ട മെറ്റീരിയൽ. ഈ മെറ്റീരിയലിനെ യൂഷ്വലി പറയുക ചാർജ് എന്നാണ്. അപ്പോൾ ഇതാണ് ഹീറ്റ് ചെയ്യേണ്ട മെറ്റീരിയൽ. അപ്പോൾ ഇവിടെ there are 2 electrodes. ഈ ഇലക്ട്രോഡ്സിൽ when we give voltage എന്തുണ്ടാവും? ആർക്ക് ഉണ്ടാവും, അല്ലെ? ആ ആർക്ക് എവിടെയാണ് ഉണ്ടാവുന്നത്? നമുക്ക് ഹീറ്റ് ചെയ്യേണ്ട മെറ്റീരിയലിലൂടെ ആർക്ക് ഉണ്ടാവും. സോ ഇതാണ് എന്ത്? ഡയറക്റ്റ് ആർക്ക് ഫർണസ്. ഇത് എവിടെ ആണ് യൂസ് ചെയ്യുന്നത്? സ്റ്റീലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഡയറക്റ്റ് ആർക്ക് ഫർണസ്. ദ സെക്കൻഡ് മെത്തേഡ് ഈസ് ഇൻഡയറക്റ്റ് ആർക്ക് ഫർണസ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു ആർക്ക് സ്ട്രൈക്ക് ചെയ്യും, പക്ഷെ ഈ ആർക്ക് മെറ്റീരിയലിന്റെ ഉള്ളിൽ കൂടെ അല്ല. ആർക്ക് ഈ സംവെയർ എൽസ്, ആൻഡ് ആ ആർക്കിൽ നിന്ന് ബൈ കൺവെക്ഷൻ ഓർ ബൈ റേഡിയേഷൻ വഴി ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദിസ് മെറ്റീരിയൽ. സോ ഇതാണ് എന്ത്? ഇൻഡയറക്റ്റ് ആർക്ക് ഫർണസ്. ഇത് യൂഷ്വലി യൂസ് ചെയ്യുന്നത് നോൺ ഫെറസ് മെറ്റൽസിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് സബ്മേർജ്ഡ് ആർക്ക് ഫർണസ്. സോ ഫസ്റ്റ് വൺ ഈസ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ആർക്ക് ഹീറ്റിംഗ്. ഇനി വാട്ട് ഈസ് ദ തേർഡ് വൺ? തേർഡ് വൺ ഈസ് ഇൻഡക്ഷൻ ഹീറ്റിംഗ്. എന്താണ് തേർഡ് വൺ? ഈസ് ഇൻഡക്ഷൻ ഹീറ്റിംഗ്. ഇൻഡക്ഷൻ ഹീറ്റിംഗിൽ വി യൂസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, ഇവിടെ ഇൻഡക്ഷൻ ഈസ് ബൈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇതും there are 2 types. One is core type and the other one is coreless type. ഈ core type is of low frequency method and coreless is of high frequency method. ഇനി core type there are 3 types. Direct core, അല്ലെ? ഇവിടെ നോക്കുക, ഇവിടെ ഒരു കോർ ഉണ്ട്. ഈ കോറിൽ ഇവിടെ ഒരു വൈൻഡിങ് ഉണ്ട്. വെൻ യു ഗിവ് എ വോൾട്ടേജ്, ഇപ്പുറത്തും ഈ ഭാഗത്തും ദർ ഈസ് ചാർജ്. ചാർജ് മീൻസ് നമുക്ക് ഹീറ്റ് ചെയ്യേണ്ട എലിമെന്റ്. അപ്പോൾ ഈ ചാർജിൽ എന്തുണ്ടാവും? ഒരു കറണ്ട് ഉണ്ടാവും. കറണ്ട് വിൽ ബി ഇൻഡ്യൂസ്ഡ്. അപ്പോൾ ആ കറണ്ട് കാരണം ദർ വിൽ ബി ഹീറ്റ്. ഇതാണ് എന്ത്? ഡയറക്റ്റ് കോർ ടൈപ്പ്. ഇവിടെ യൂസ് ചെയ്യുന്ന frequency we use normally 10 Hz. Okay, low frequency. The next one is vertical core type. Vertical core type ഈ ഡയറക്റ്റ് കോർ ടൈപ്പിന്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷൻ ആണ്. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് അജാക്സ് വാട്ട് ഫർണസ്. ദാറ്റ് ഈസ് അജാക്സ് വാട്ട് ഫർണസ്. ഇവിടെ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി ഇറ്റ് ഈസ് 50 Hz. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇൻഡയറക്റ്റ് കോർ ടൈപ്പ്. ആൻഡ് വി ഹാവ് സീൻ കോർ ടൈപ്പ് ആൻഡ് കോർലെസ് ടൈപ്പ്. ഇനി ഹൈ ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യുന്ന ഹീറ്റിംഗ് മെത്തേഡ് ഏത് ആണെന്ന് ചോദ്യം വന്നാൽ യു ഹാവ് ടു സെലക്ട് ഇൻഡക്ഷൻ ഹീറ്റിംഗ്. ഓക്കെ, ഈവൻ ദോ ദർ ആർ 2 types, കോർ ടൈപ്പ് ആൻഡ് കോർലെസ് ടൈപ്പ്. കോർലെസ്സിൽ മാത്രമാണ് ഹൈ ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നത് എങ്കിൽ പോലും ഈ കോർ ടൈപ്പ് കോർലെസ് ടൈപ്പ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ഹൈ ഫ്രീക്വൻസി കോർലെസ് ടൈപ്പ് ഹീറ്റിംഗ്. ഓക്കെ, ഇനി ഫോർത്ത് വൺ ഈസ് ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗ്, അല്ലേ? ഫോർത്ത് വൺ ഈസ് ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗ്. ഇതെന്താണ് ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗ്? നമ്മൾ നേരത്തെ കണ്ട 3 കേസുകളും ദേ ആർ യൂസ്ഡ് ഇൻ മെറ്റൽസ്, അല്ലെ? മീൻസ് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയിൽ യൂസ് ചെയ്യാവുന്ന ഹീറ്റിംഗ് മെത്തേഡ്സ് ആണ് നേരത്തെ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് മെത്തേഡ്സ്. പക്ഷേ ഈ ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗ് ഈസ് യൂസ്ഡ് ഫോർ ഇൻസുലേറ്റേഴ്സ് ലൈക്ക് വുഡ്, പ്ലാസ്റ്റിക്, സെറാമിക്. ഓക്കെ, അപ്പോൾ ഒരു നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഹീറ്റിംഗ് മെത്തേഡ് ഏതാണ്? ഇറ്റ് ഈസ് ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗ്. ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗ് മീൻസ് ഹൈ ഫ്രീക്വൻസി കപ്പാസിറ്റീവ് ഹീറ്റിംഗ്.
ഓക്കെ, ഒരു കപ്പാസിറ്ററിൽ ഒരു വോൾട്ടേജ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഹീറ്റിംഗ് ഉണ്ടാവും. വൈ ഹീറ്റിംഗ്? ബിക്കോസ് ഓഫ് പവർ ലോസ്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന frequency, it is very high frequency of the range of 10 to 50 megahertz. And ഈ ഹീറ്റിങ്ങിന്റെ ഒരു വേറൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദ ഓൺലി ഹീറ്റിംഗ് വേർ വി ഹാവ് ലീഡിംഗ് പവർ ഫാക്ടർ. ഓക്കെ, where we have leading power factor. Why? Because it is a dielectric. Dielectric means it is capacitive in nature. And the last one is infrared heating. Infrared heating is by radiation. അതായത് it is, and ഇവിടെ ഓർത്ത് വെക്കേണ്ട പോയിന്റ്, it is mainly used for drying of paints. ഒരു ഇൻകാൻഡിസെന്റ് ബൾബ് ചൂടാക്കിയാൽ, ഒരു ഇൻകാൻഡിസെന്റ് ബൾബ് ഓൺ ആക്കിയാൽ ആ ബൾബിൽ നിന്ന് എന്ത് വരും? ഹീറ്റ് വരും അല്ലെ? ആ ഹീറ്റ് എല്ലാം ഇറ്റ് ഈസ് ബൈ റേഡിയേഷൻ, ബൈ ഇൻഫ്രാറെഡ് റേഡിയേഷൻ. സോ ഈ 5 ടൈപ്സ് ഓഫ് ഹീറ്റിംഗ് ഓർത്ത് ഇരിക്കുക. ഇവിടെ ചെറിയ ചെറിയ പോയിന്റ്സ് എല്ലാം ഞാൻ ഇവിടെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇനി എന്താണ് ചോദ്യം? Question is, dielectric heating is ideal for, we know dielectric heating is ideal for non-conducting materials, alle? So the answer will be option C, non-conducting materials like wood, plastic, food, etc. Okay, so moving on to question number 9. It is from welding. എന്താണ് ചോദ്യം? Which of the following is different from remaining? Spot welding, seam welding, butt welding, argon gas welding. So in welding there are mainly 2 types of welding. ആദ്യത്തേത് it is resistance welding. Okay, resistance welding. See, വെൽഡിങ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവിടെയും ഹീറ്റ് വേണം അല്ലെ? എന്നാൽ മാത്രമേ 2 മെറ്റൽസ് ഫ്യൂസ് ചെയ്ത് അത് ഒന്ന് ആകുകയുള്ളൂ. സോ ഈ ഹീറ്റിങ്ങും നമ്മൾ വി ഗെറ്റ് ഫ്രം 2 ടൈപ്സ്. അതിൽ ആദ്യത്തേതാണ് resistance welding. Resistance welding, there are 5 types of resistance welding. ഏതൊക്കെ? butt welding, flash welding, spot welding, seam welding and projection welding. ഇവിടെ spot welding ൽ power factor will be very very low, of the range of 0.3 to 0.5. അപ്പൊ ഏറ്റവും ലോ പവർ ഫാക്ടർ വെൽഡിംഗ് ഏതെന്നുള്ള ചോദ്യം വന്നാൽ you have to select spot welding. ഓക്കെ, അപ്പോൾ ഇത് റെസിസ്റ്റൻസ് വഴി നമ്മൾ ഹീറ്റ് ജനറേറ്റ് ചെയ്ത് വെൽഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഈസ് ആർക്ക് വെൽഡിംഗ് അല്ലെ? ദ നെക്സ്റ്റ് ഈസ് ആർക്ക് വെൽഡിംഗ്. ആർക്ക് ജനറേറ്റ് ചെയ്ത് വെൽഡിംഗ് ചെയ്യുന്ന പ്രോസസ്സാണ് ആർക്ക് വെൽഡിംഗ്. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ആർക്ക് ഹാസ് എ നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. ആർക്കിന് എന്താണ്? It has negative resistance characteristics. Why? Because current കൂടുന്ന സമയത്ത് വോൾട്ടേജ് എന്താണ്? ആർക്കിൽ വോൾട്ടേജ് കുറയാണ് ചെയ്യുന്നത് കേട്ടോ. സോ ആർക്ക് ഹാസ് എ നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. ആൻഡ് അതർ ഫ്യൂ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആർ, വി ഹാവ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. മെറ്റൽ ആർക്ക് വെൽഡിംഗിൽ AC and DC സപ്ലൈ ബോത്ത് ക്യാൻ ബി used for metal arc welding. Then we have carbon arc welding. ഈ കാർബൺ ആർക്ക് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സ് ഏത് ആണെന്നുള്ള ചോദ്യം വരാറുണ്ട്. ആൻഡ് ഹിയർ വി യൂസ് നോൺ കൺസ്യൂമബിൾ കാർബൺ ഓർ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്. ഓക്കെ, കാർബൺ ആർക്ക് വെൽഡിങ്ങിൽ വി യൂസ് നോൺ കൺസ്യൂമബിൾ കാർബൺ ഓർ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് വെൽഡിംഗ് ആണ് ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്. എന്താണ് ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്? സി, നമ്മളൊരു മെറ്റലിനെ വെൽഡ് ചെയ്യുമ്പോൾ assume it is welding with another metal. Okay, അപ്പോൾ ഇവിടെ ഇങ്ങനെ വെൽഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഓപ്പൺ വിത്ത് അറ്റ്മോസ്ഫിയർ അല്ലെ? അറ്റ്മോസ്ഫിയർ ആയിട്ട് എന്താണ്? ഓപ്പൺ ആണ്. സോ ഇവിടെ കണ്ടാമിനേഷൻ ആൻഡ് ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വെൽഡിംഗ് പോർഷനെ ഒരു ഇനേർട്ട് ഗ്യാസിനെ കൊണ്ട് ഇങ്ങനെ ഫിൽ ചെയ്യും വിത്ത് ഇനേർട്ട് ഗ്യാസ്. വൈ? ടു പ്രിവെന്റ് ഇറ്റ് ഫ്രം അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ ആയിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ ഇറ്റ് വിൽ ഗോ ഫോർ ഓക്സിഡേഷൻ. അപ്പോൾ അങ്ങനെ സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ വെൽഡ് ചെയ്യുന്ന പോർഷനെ നമ്മൾ ഇനേർട്ട് ഗ്യാസിനെ കൊണ്ട് പൊതിഞ്ഞു വെക്കും.
അപ്പോൾ ആ വെൽഡിങ്ങിനെ പറയുന്ന പേരാണ് ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്. There are mainly two types of inert gas welding. First one is tungsten inert gas welding and the second one is metal inert gas welding, MIG and TIG. Okay, tungsten inert gas welding and metal inert gas welding. ഇനി ഈ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇനേർട്ട് ഗ്യാസ് ഏത് ആണെന്നുള്ള ചോദ്യം വരാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ആർഗൺ. ഓക്കെ, ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആർഗൺ ആണ്. ഇവിടെ വരാവുന്ന വേറെ ഒരു ചോദ്യം, എന്ത് ഇലക്ട്രോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഇലക്ട്രോഡ് വി ആർ യൂസിങ് നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. ഇനി ഫോർ ദ കേസ് ഓഫ് MIG, MIG is a refined version of TIG. ഓക്കെ, ഈ ടിഗിന്റെ തന്നെ ഒരു റിഫൈൻഡ് വെർഷൻ ആണ് MIG. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് കൺസ്യൂമബിൾ ആണ് കേട്ടോ. ആ ഇലക്ട്രോഡ് എന്താവും, മെല്ലെ മെല്ലെ തീർന്നു പോകും. ആൻഡ് വി ഹാവ് ടു യൂസ് ന്യൂ ഇലക്ട്രോഡ്സ്. പക്ഷെ ഫോർ ദ കേസ് ഓഫ് ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഡിഫറെന്റ് ഫ്രം റിമൈനിങ്? സ്പോട്ട് വെൽഡിംഗ്, സീം വെൽഡിംഗ്, ബട്ട് വെൽഡിംഗ് ആൻഡ് ആർഗൺ ഗ്യാസ് വെൽഡിംഗ്. അപ്പോൾ എന്തായിരിക്കും? ആദ്യത്തെ 3 വെൽഡിങ്ങും ദേ ആർ റെസിസ്റ്റൻസ് വെൽഡിംഗ് അല്ലേ? They are resistance welding and this is a arc welding. This is a arc welding. Exactly speaking, ഇത് എന്ത് വെൽഡിംഗ് ആണ്? ആർഗൺ ഗ്യാസ് വെൽഡിംഗ്. ആർഗൺ ഗ്യാസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? വി യൂസ് ഇൻ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്. ഓക്കെ, അപ്പൊ ഈ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്ങിന്റെ വേറൊരു പേരാണ് ആർഗൺ ഗ്യാസ് വെൽഡിംഗ്. സോ ഇവിടെ ആൻസർ എന്ത് വരും? കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, ആർഗൺ ഗ്യാസ് വെൽഡിംഗ്. Moving on to last question, it is from traction. എന്താണ്? Speed time curve of mainline service differs from those of urban and suburban service on following account. ഒരു യൂഷ്വൽ സ്പീഡ് ടൈം കർവ്, ഇതാണ് ഒരു യൂഷ്വൽ സ്പീഡ് ടൈം കർവ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ്? സ്പീഡ് 0. അപ്പോൾ ആദ്യം സ്പീഡ് 0 സ്പീഡ് മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സാണ് ആക്സിലറേഷൻ അല്ലെ? ഇവിടെ വി കോൾ ഇറ്റ് ആസ് റിയോസ്റ്റാറ്റിക് ആക്സിലറേഷൻ. അപ്പൊ ഈ 0 to T1 എന്നുള്ള ടൈമിൽ എന്താണ്? ഇത് മോട്ടറിന്റെ സ്റ്റാർട്ടിംഗ് ഫേസ് ആണ്. ഈ സമയത്ത് മോട്ടർ കറണ്ട് വിൽ ബി വെരി വെരി ഹൈ. ഓക്കെ, മോട്ടറിന്റെ സ്റ്റാർട്ടിംഗ് ഫേസ് ആണ്. സ്പീഡ് മെല്ലെ മെല്ലെ കൂടി വരുന്നതേ ഉള്ളൂ. So the first phase is called rheostatic acceleration. Second is called acceleration on speed curve. ഏത് കേസ്? ഈ ഫ്രം L to M. ഓക്കെ, ഈ ഒരു കേസിൽ മോട്ടറിന്റെ സ്റ്റാർട്ടിംഗ് ഓപ്പറേഷൻ ഈസ് ഓവർ. ഓക്കെ, ദ ട്രെയിൻ ഹാസ് അറ്റൈൻഡ് എ മിനിമം പെർട്ടിക്കുലർ സ്പീഡ്. സോ മോട്ടർ കറണ്ട് എന്തായി വരും? മോട്ടർ കറണ്ട് ഈ കേസിൽ കുറഞ്ഞു വരും. ഓക്കെ, സോ ആക്സലറേഷനിൽ തന്നെ വി ഹാവ് 2 types ഓഫ് ആക്സിലറേഷൻ. ആദ്യത്തേത് ഡ്യൂറിങ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് മോട്ടർ, അവിടെ സ്റ്റാർട്ടിംഗ് കറണ്ട് ഈസ് വെരി ഹൈ. ആൻഡ് ഇവിടെ ഡ്യൂറിങ് നോർമൽ ഓപ്പറേഷൻ ഓഫ് മോട്ടർ, അവിടെ സ്റ്റാർട്ടിംഗ് കറണ്ട് ഈസ് ലോ. ദ നെക്സ്റ്റ് ഫേസ് ഈസ് ഫ്രീ റണ്ണിങ്. ഈ ഫ്രീ റണ്ണിങ്ങിൽ മോട്ടറിന്റെ power or input power will be a constant. Okay, input power will be a constant and the motor will be running at a constant speed. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കോസ്റ്റിംഗ് പീരീഡ്. എന്താണ് കോസ്റ്റിംഗ് പീരീഡ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മോട്ടറിലേക്കുള്ള ഇൻപുട്ട് പവർ എന്ത് ചെയ്യും? വി കട്ട് ഓഫ്. അപ്പൊ മോട്ടറിലേക്കുള്ള ഇൻപുട്ട് പവർ കട്ട് ചെയ്താൽ ഇനർഷ്യ ആൻഡ് ആ ട്രെയിനിന്റെ മൊത്തം മൊമെന്റം കാരണം ആ ട്രെയിന് കുറച്ച് ദൂരം കൂടെ പോകും അല്ലെ? വൈ വി യൂസ് ഇറ്റ് ഫോർ ഇൻക്രീസിങ് ദ എഫിഷ്യൻസി. അപ്പൊ ഈ ഒരു സമയത്ത് സ്പീഡ് മെല്ലെ മെല്ലെ കുറഞ്ഞു വരും. ഇറ്റ് ഈസ് കോൾഡ് കോസ്റ്റിംഗ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ബ്രേക്കിംഗ്. ബ്രേക്സ് ആർ അപ്ലൈഡ് ഓൺ ദ മോട്ടർ ആൻഡ് ട്രെയിൻ വിൽ കം ടു എ ഹോൾട്ട്. അപ്പൊ ഒരു നോർമൽ ട്രെയിനിന്റെ കേസിൽ വി ഹാവ് 5 things അല്ലെ? ആക്സലറേഷൻ, ഫ്രീ റണ്ണിങ്, കോസ്റ്റിംഗ് ആൻഡ് ബ്രേക്കിംഗ്. ഇനി നോക്കുക, വി ഹാവ് സിറ്റി സർവീസ്, സബ് അർബൺ ആൻഡ് മെയിൻ ലൈൻ. സിറ്റി സർവീസ് എന്ന് വെച്ചാൽ
അടുത്തടുത്ത് സ്റ്റോപ്പുകൾ ഉണ്ടാവും അല്ലെ. അപ്രോക്സിമേറ്റ്ലി 500 മീറ്റർ, ഓരോരോ 500 മീറ്റർ കഴിഞ്ഞിട്ടും എന്തുണ്ടാവും, വി വിൽ ഗെറ്റ് എ സ്റ്റോപ്പ് ദെയർ. ഇനി സബ് അർബൺ ആണെങ്കിൽ കുറച്ചും കൂടെ ദൂരെ ആയിരിക്കും ഇന്റർവെൽ ബിറ്റ്വീൻ ദ സ്റ്റോപ്സ്. ഇറ്റ് ഈസ് അറൌണ്ട് 3 to 5 kilometers. ഇനി മെയിൻ ലൈൻ ആണെങ്കിൽ വളരെ ദൂരെ ആയിരിക്കും സ്റ്റോപ്പ്, അപ്രോക്സിമേറ്റ്ലി ഫ്രം 80 to 100 kilometers. അപ്പൊ നോക്കുക, ഈ മെയിൻ ലൈൻ സർവീസിൽ വി ഹാവ് എ ഫ്രീ റണ്ണിങ് പീരിയഡ് അല്ലെ. എന്താണ്, വി ഹാവ് എ ഫ്രീ റണ്ണിങ് പീരിയഡ്. പക്ഷെ ഈ സിറ്റി സർവീസിലും സബ് അർബൻ സർവീസിലും വി ഡോണ്ട് ഹാവ് എ ഫ്രീ റണ്ണിങ് പീരിയഡ്. ഇവിടെ എന്താണ്, ആക്സലറേഷൻ ആൻഡ് ഡയറക്റ്റ് വി ഗോ ഫോർ കോസ്റ്റിംഗ് ആൻഡ് ദെൻ ബ്രേക്കിംഗ്. ഓക്കെ, അപ്പൊ മെയിൻ ലൈൻ സർവീസിൽ വി ഹാവ് എ ഫ്രീ റണ്ണിങ് പീരിയഡ്. അപ്പൊ ഈ മെയിൻ ലൈൻ സർവീസിന്റെ സ്പീഡ് ടൈം കാരനെ വി ഓൾസോ കോൾ ഇറ്റ് ആസ് ട്രപ്പിസോയിഡൽ സ്പീഡ് ടൈം ക്യാരക്ടറിസ്റ്റിക്. എന്തായിരിക്കും ട്രപ്പിസോയിഡൽ? വൈ? അതിന്റെ ഷേപ്പ് നോക്കുക, ഇറ്റ് ഈസ് ഓൾവേസ് ലൈക്ക് എ ട്രപ്പിസോയിഡ് അല്ലെ, അപ്രോക്സിമേറ്റ്ലി ലൈക്ക് എ ട്രപ്പിസോയിഡ്. ഇവിടെ ഈ രണ്ട് കേസിലും വി സേ സ്പീഡ് ടൈം കർവ് ആസ് ക്വാഡ്രിലാറ്ററൽ. അപ്രോക്സിമേറ്റ്ലി ഇതൊരു ക്വാഡ്രിലാറ്ററൽ അല്ലേ, ലൈക്ക് ദിസ്. ഇതെന്താണ്, ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്. ഇവിടെ എന്താണ്, ട്രപ്പിസോയിഡൽ ആണ് അല്ലെ. ഈ ഫേസും അപ്രോക്സിമേറ്റ്ലി പാരലൽ ബിക്കോസ് വി ഹാവ് എ ഫ്രീ റണ്ണിങ് ടൈം ഇൻ മെയിൻ ലൈൻ സർവീസ്. സോ മെയിൻ ലൈൻ സർവീസിന്റെ സ്പീഡ് ടൈം കാര ഈസ് കോൾഡ് ട്രപ്പിസോയിഡൽ ആൻഡ് സബ് അർബൻ ആൻഡ് അർബൻ സർവീസിന്റെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, അപ്പൊ ഇനി എന്താണ് ചോദ്യം? സ്പീഡ് ടൈം കർവ് ഓഫ് മെയിൻ ലൈൻ സർവീസ് differs from those of urban and suburban service on following account. എന്തൊക്കെയാണ്? ലോങ്ങർ ഫ്രീ റണ്ണിങ് പീരിയഡ്. യെസ്, മെയിൻ ലൈൻ സർവീസിൽ എന്തുണ്ട്, ലോങ്ങർ ഫ്രീ റണ്ണിങ് പീരിയഡ് ഉണ്ട്. ലോങ്ങർ കോസ്റ്റിംഗ് പീരിയഡ് ഉണ്ടോ? അതെ, ലോങ്ങർ കോസ്റ്റിംഗ് പീരിയഡും ഉണ്ട്. ഷോർട്ടർ ആക്സലറേഷൻ ആൻഡ് ബ്രേക്കിംഗ് പീരിയഡ്, ഇതും കറക്റ്റ് ആണ് അല്ലെ. മെയിൻ ലൈൻ സർവീസിന്റെ കേസിൽ ടോട്ടൽ ടൈം ഈസ് വെരി ഹ്യൂജ്. ആ ടൈമിൽ വളരെ ചെറിയൊരു ടൈം മാത്രമേ ആക്സലറേഷൻ ആൻഡ് ബ്രേക്കിംഗ് സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, സോ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. സോ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ പവർ സിസ്റ്റം ആൻഡ് യൂട്ടിലൈസേഷന്റെ ചില ഇമ്പോർട്ടൻസ് ചോദ്യങ്ങളെ എല്ലാം നമ്മൾ നോക്കി. നെക്സ്റ്റ് വി വിൽ കം അപ്പ് വിത്ത് മോഡ്യൂൾ നമ്പർ 3. മോഡ്യൂൾ നമ്പർ 3 എന്താണ്, മെഷർമെന്റ്സ് ആൻഡ് ഇല്ലുമിനേഷൻ ആണ് അല്ലേ. Okay, so see you all soon with module number 3. Thank you all. Thank you.